കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ സർക്കാർ. തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ വിഷയത്തിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഭിന്നമായ നിലപാടുകളോടെ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇവരെന്ത് സമീപനമെടുക്കും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ? വേണു, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല വിധത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെ വീർപ്പുമുട്ടിച്ചിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു ആക്ഷേപം. അത് LDF നേതൃത്വം അടക്കം ഉന്നയിക്കുകയും ചെയ്തു. നവകേരള സദസ്സ് വേദികളിൽ സർക്കാർ അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. LDF ആകട്ടെ കേന്ദ്ര നിലപാടിനെതിരെ ഡൽഹിയിൽ ഉൾപ്പെടെ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരെ സർക്കാർ നടത്താതിരിക്കുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുക. എന്നാൽ കേന്ദ്ര സമീപനത്തെ വിമർശിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതിപക്ഷ നിലപാട് നിർണായകമാകും. കേന്ദ്ര വിഹിതം ഉൾപ്പെടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളെ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം. വേണു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.